നമസ്കാരം. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ നിറവിൽ പുരോഗതിയുടെ പാതയിലാണ് നാം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നേറാം. ഏവർക്കും KCV ന്യൂസിന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. വിപുലമായ പരിപാടികളോടെയാണ് നാടെങ്ങും ഭാരതത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. ജില്ലാതല ആഘോഷ പരിപാടികളും വർണ്ണാഭമായി. ആലപ്പുഴ ജില്ലയിൽ രാവിലെ 8:40 ബീച്ചിന് സമീപമുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ജില്ലാതല ആഘോഷ ചടങ്ങുകൾക്കായി പരേഡ് ബേസ് ലൈനിൽ അണിനിരന്നു. വേദിയിലെത്തിയ മുഖ്യാതിഥിയായ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിനെ ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ദേശീയ പതാക വീശി ജനാവലി മാർച്ച് പാസ്റ്റിന് പിന്തുണ അറിയിച്ചു. കബ്സ്, ബുൾബുൾ പ്ലറ്റൂണുകളിൽ അണിനിരന്ന കൊച്ചുകുട്ടികൾക്കും ബാൻഡ് സംഘങ്ങൾക്കും നിറഞ്ഞ കയ്യടി ലഭിച്ചു. മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനി കായംകുളം ചേരാവള്ളിയിൽ KA ബേക്കർക്ക് മന്ത്രി ചടങ്ങിൽ ആദരമർപ്പിച്ചു. ഭരണഘടനയാണ് ഇന്ത്യയുടെ പ്രാണൻ. ആ പ്രാണനെയാണ് 1950 ജനുവരി 26 ഇന്ത്യയിൽ പ്രതിഷ്ഠിച്ചതെന്നും അതിനേക്കാൾ വലിയൊരു പ്രതിഷ്ഠ ഇനി നടക്കാനില്ലെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. നമ്മുടെ ഭരണഘടന സവിശേഷതകളേറെയുള്ള ഒന്നാണ്. ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ പ്രാണൻ എന്ന് പറയുന്നത്. ആ പ്രാണനെയാണ് ഇന്ത്യ പ്രതിഷ്ഠിച്ചത്. ആ പ്രാണപ്രതിഷ്ഠയാണ് 1950 ജനുവരി മാസം 26 നടന്നത്. അതിനേക്കാൾ ഒരു വലിയ പ്രതിഷ്ഠ ഇനി ഇന്ത്യയിൽ ഒരിക്കലും നടക്കാൻ ഇല്ല. ഭരണഘടനയ്ക്കപ്പുറത്തുള്ള വേറെ ഒന്നിനെയും നമുക്കാർക്കും എങ്ങും പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. കാരണം അത് നമ്മളെയെല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് തന്നെയാണ്. ജനപ്രതിനിധികളായ AM ആരിഫ് MP, PP ചിത്തരഞ്ജൻ MLA, നഗരസഭാധ്യക്ഷ KK ജയമ്മ, സബ് കളക്ടർ സമീർ കിഷൻ, മുൻ MLA AA ഷുക്കൂർ, നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, നഗരസഭാ കൗൺസിലർമാർ ADM S സന്തോഷ് കുമാർ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. വിവിധ വിഭാഗങ്ങളിലെ ജേതാക്കൾക്കുള്ള സമ്മാനദാനവും മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ M. അജയ് മോഹനായിരുന്നു പരേഡ് കമാൻഡർ. പ്രൗഢഗംഭീരമായിരുന്നു കോട്ടയം ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം. ചടങ്ങുകളുടെ ഭാഗമായി കോട്ടയം പോലീസ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല ആഘോഷത്തിൽ മന്ത്രി VN വാസവൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ചില മേഖലകളിലെങ്കിലും ഭരണഘടനാ തത്വങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നതും ഫെഡറൽ സംവിധാനങ്ങൾക്ക് വെല്ലുവിളി ഉയരുന്നതും സ്ഥിതി സമത്വം അട്ടിമറിക്കപ്പെടുന്നതും അത്യന്തം ഭയമുളവാക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ഈ മഹാഭാരതത്തിലെ നാനാജാതി മതസ്വര ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന രൂപത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും എല്ലാ തരത്തിലുള്ള മതവിഭാഗങ്ങളും എല്ലാ ചിന്തകൾക്കും അവകാശങ്ങളും അംഗീകാരങ്ങളും നൽകുന്ന തരത്തിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭൂരിപക്ഷ ചിന്താഗതികളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അത് ന്യൂനപക്ഷത്തിനുണ്ടാകുന്ന പ്രത്യാഘാതം വലുതാണ്. രാജ്യത്ത് വർഗീയ ചിന്തകൾ ഭൂരിപക്ഷത്തിൻ്റെതായിരുന്നാലും ന്യൂനപക്ഷത്തിൻ്റെതായിരുന്നാലും രണ്ടും രാജ്യത്തിന് ആപത്താണ്. രാവിലെ 9 ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. 22 പ്ലാറ്റൂണുകളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്നത്. കുറുവിലങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ T. ശ്രീജിത്തായിരുന്നു പരേഡ് കമാൻഡർ. റിപ്പബ്ലിക് ദിന സന്ദേശത്തിന് ശേഷം പരേഡിൽ മുന്നിലെത്തിയവർക്കുള്ള ട്രോഫികളും മന്ത്രി VN വാസവൻ സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക്, ADM G. നിർമ്മൽ കുമാർ, പാലാ RDO PG രാജേന്ദ്രബാബു എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഭാരതത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. രാവിലെ 8:45 പരേഡിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു. 8:47 പരേഡ് കമാൻഡർ AR ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് MC ചന്ദ്രശേഖരൻ പരേഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 8:50 ജില്ലാ പോലീസ് മേധാവി V. അജിത്തും 8:55 ജില്ലാ കളക്ടർ A. ഷിബുവും വേദിയിലെത്തി അഭിവാദ്യം സ്വീകരിച്ചു. 9 മുഖ്യാതിഥിയായ മന്ത്രി വീണ ജോർജ് വേദിയിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് ദേശീയ പതാക ഉയർത്തി പതാകയെ സല്യൂട്ട് ചെയ്തു.
9:10 പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ മന്ത്രി പരേഡ് പരിശോധിച്ചു. 9:15 പരേഡ് മാർച്ച് പാസ്റ്റ് അരങ്ങേറി. 9:30 മുഖ്യാതിഥി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ സാരാംശം സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്റേതാണ്. എന്റെ രാജ്യം നിലനിൽക്കുവാൻ, എനിക്ക് പിന്നാലെ വരുന്നവർ നിലനിൽക്കുവാൻ എന്റെ ഭരണഘടന, ഉത്തരേന്ത്യയിലെ ആ ബാലൻ പറഞ്ഞതുപോലെ എന്റെ അഭിമാനവും എന്റെ സന്തോഷവും ബാബാ സാഹിബ് അംബേദ്കർ ഉൾപ്പെടെ നൽകിയ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ് എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് റിപ്പബ്ലിക്കിന്റെ അടുത്ത 25 വർഷങ്ങളിലേക്ക് നമുക്ക് ചുവടുവെക്കാം. 9:40 സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഡിസ്പ്ലേ അരങ്ങേറി. 10 മികച്ച പ്ലറ്റൂണുകൾക്കും സാംസ്കാരിക പരിപാടികൾക്കുമുള്ള സമ്മാനദാനം നടന്നു. 10:10 ദേശീയ ഗാനത്തോടെ പരിപാടികൾ സമാപിച്ചു. റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് കുട്ടനാട്ടിലെ വിവിധ സംഘടനകൾ എടത്വ വികസന സമിതിയുടെ നേതൃത്വത്തിൽ എടത്വ ജംഗ്ഷനിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. എടത്വ ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തിൽ രക്ഷാധികാരി കുഞ്ഞുമോൻ പട്ടത്താനം അധ്യക്ഷത വഹിച്ചു. വികസന സമിതി പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് കട്ടപ്പുറം ദേശീയ പതാക ഉയർത്തി. രക്ഷാധികാരി അഡ്വക്കേറ്റ് പി കെ സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26 നമ്മൾ രാജ്യവ്യാപകമായി ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. ഈ ഭരണഘടന ഇന്ത്യയുടെ പരമോന്നത ആധികാരിക ഗ്രന്ഥമാണ്. ആ പരമോന്നത ആധികാരിക ഗ്രന്ഥം ഇന്ത്യയുടെ ഭരണത്തെയും ഭരണീയരെയും പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം വളരെ ആവേശകരമാണ്. അതിൻ്റെ ആവിർഭാവത്തിന് വഴിതെളിച്ച ദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര പോരാളികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ നേതാക്കന്മാർ, മഹാത്മജി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ദേശീയ നേതാക്കന്മാരെ നമ്മളിവിടെ അനുസ്മരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, കെ ജി ശശിധരൻ, ഷാജി മാധവൻ, സാബു മാത്യു, എ ജെ കുഞ്ഞുമോൻ, ഫിലിപ്പ് ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ടൗണിൽ മധുര പലഹാര വിതരണവും നടത്തി. റിപ്പബ്ലിക് ദിനത്തിൽ പാണ്ടങ്കരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ശ്രമദാനം നടത്തി. പാണ്ടങ്കരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ബിജി ഗീവർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജിത്തു വർഗീസ്, ബിനോയ് ജോസഫ്, PR അബി, ജീവൻ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. പാണ്ടങ്കരി വട്ടടി റോഡരികിൽ യാത്രക്കാർക്ക് അപകടമുണ്ടാകുന്ന നിലയിൽ നിന്നിരുന്ന വൃക്ഷശിഖരങ്ങളാണ് യുവാക്കൾ വെട്ടിമാറ്റിയത്. മങ്കൊമ്പ് തെക്കേക്കര പുല്ലമ്പില റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മങ്കൊമ്പ് കടത്തുകടവിലെ കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തി. PRI പ്രസിഡന്റ് ജെയിംസ് കുട്ടി പൊന്നൻമാടയിൽ, സെക്രട്ടറി കമലാദേവി, ജോയിന്റ് സെക്രട്ടറി ശരണ്യ കിഷോർ, ട്രഷറർ ഗായത്രി, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന നെടുമുടി ഗ്രാമപഞ്ചായത്തിൽ രാവിലെ 9 ദേശീയ പതാക ഉയർത്തിയില്ലെന്ന പരാതി. സംഭവം ചർച്ചയായതോടെ 12 മണിക്ക് ഒരു ജീവനക്കാരനെത്തി പതാക ഉയർത്തിയെങ്കിലും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. ദേശീയ പതാകയെയും റിപ്പബ്ലിക് ദിനത്തെയും പഞ്ചായത്ത് അധികാരികൾ അപമാനിച്ചുവെന്ന് CPIM പ്രവർത്തകർ ആരോപിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാ പ്രോട്ടോക്കോളുകളും പാലിച്ച് രാവിലെ 9 ദേശീയ പതാക ഉയർത്തണമെന്ന് സർക്കാർ ഉത്തരവുണ്ടായിരുന്നിട്ടും ഉച്ചവരെ ദേശീയ പതാക ഉയർത്താൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറായില്ല എന്നാണ് ആരോപണം. തുടർന്ന് പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയും നവമാധ്യമങ്ങളിൽ വലിയ തോതിൽ ഇത് സംബന്ധിച്ച പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പ്രതിഷേധം ശക്തമായതോടെ ഒരു ജീവനക്കാരനെത്തി പ്രോട്ടോക്കോളുകളൊന്നും പാലിക്കാതെ രഹസ്യമായി ദേശീയ പതാക ഉയർത്തി മടങ്ങുകയായിരുന്നുവെന്നാണ് പരാതി. ദേശീയ പതാകയെയും റിപ്പബ്ലിക് ദിനത്തെയും അപമാനിച്ച നെടുമുടി ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിയപ്പൻ ആവശ്യപ്പെട്ടു. പ്രിയമുള്ള രാജ്യസ്നേഹികളെ, നമ്മുടെ രാജ്യം ഇന്ന് 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അടക്കം എല്ലാ പ്രധാന ഭരണസിരാ കേന്ദ്രങ്ങളിലും ഇന്ന് ദേശീയ പതാക ഉയർത്തി ദേശീയഗാനം ആലപിച്ച് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. എന്നാൽ നെടുമുടി ഗ്രാമപഞ്ചായത്തിൽ ഇന്നേ ദിവസം ദേശീയ പതാക ഉയർത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഈ വിവരം പ്രചരിച്ചോടെയാണ് ദേശീയ പതാക വളരെ രഹസ്യമായി ഉദ്ദേശം ഒരു 11:45 കൂടിയാണ് ദേശീയ പതാക ഇവിടെ ഉയർത്തിയത്. ഇത് നമ്മുടെ രാജ്യത്തോടും ദേശീയ പതാകയോടും കാണിക്കുന്ന അനാദരവാണ്. ഇതിനെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ദേശീയ പതാകയെ അപമാനിച്ച നെടുമുടി ഗ്രാമപഞ്ചായത്ത് അധികാരികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് CPIM നടുഭാഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MC അനിയപ്പനും KCV ന്യൂസിനോട് പറഞ്ഞു.
പത്തനംതിട്ട കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തന സജ്ജമായ പീഡിയാട്രിക് ICUവിൻ്റെയും ബോയ്സ് ഹോസ്റ്റലിൻ്റെയും ഉദ്ഘാടനം ജനുവരി 27 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ചടങ്ങിൽ KU ജനീഷ് കുമാർ MLA അധ്യക്ഷത വഹിക്കും. 16.68 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പീഡിയാട്രിക് ICU നിർമ്മിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ 1.68 കോടി രൂപ ചെലവഴിച്ച് 10 ICU ബെഡ്, 10 മോണിറ്റർ, 5 വെന്റിലേറ്റർ, മറ്റ് ICU ഉപകരണങ്ങൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. കിഫ്ബി വഴി 12 കോടി രൂപ മുതൽ മുടക്കിൽ 5 നിലകളിലായി 200 കുട്ടികൾക്ക് താമസിക്കാവുന്ന ബോയ്സ് ഹോസ്റ്റലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കിച്ചൺ, മെസ് ഹാൾ, ഡൈനിങ് ഹാൾ, റീഡിംഗ് റൂം, ഗസ്റ്റ് റൂം, വാർഡൻ റൂം, റിക്രിയേഷൻ റൂം, 2 ലിഫ്റ്റുകൾ തുടങ്ങി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മാനദണ്ഡപ്രകാരമുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഹോസ്റ്റലിൽ ഒരുക്കിയിട്ടുള്ളത്. കോന്നി മെഡിക്കൽ കോളേജിനെ മറ്റ് പ്രധാന മെഡിക്കൽ കോളേജുകൾ പോലെ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ആദ്യമായി എമർജൻസി മെഡിസിൻ വിഭാഗവും ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗവും ആരംഭിക്കാൻ അനുമതി നൽകി. അപകടത്തിൽപ്പെട്ടോ മറ്റ് അസുഖങ്ങൾ ബാധിച്ചോ വരുന്നവർക്ക് ഗുണമേന്മയുള്ള അടിയന്തര വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനായി മെഡിക്കൽ കോളേജുകളിൽ നടപ്പിലാക്കിയ ക്വാളിറ്റി മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായാണ് കോന്നി മെഡിക്കൽ കോളേജിലും എമർജൻസി മെഡിസിൻ വിഭാഗം ആരംഭിക്കുന്നത്. മികച്ച അടിയന്തര സേവനം ലഭ്യമാക്കുന്നതിന് എമർജൻസി മെഡിസിൻ വിഭാഗം സഹായിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി മുഖേന 351.72 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാലങ്ങളായി നാട് ഭരിച്ചവർ പ്രകൃതിയെ ചൂഷണം ചെയ്തതല്ലാതെ കുട്ടനാടിനായി എന്ത് ചെയ്തുവെന്ന് ചോദിക്കേണ്ട സമയമായെന്ന് BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് K. സോമൻ. കുട്ടനാട് കാണാനെത്തുന്ന സഞ്ചാരികൾക്കായി ഒരു പുതുമയും നൽകാൻ ഭരണാധികാരികൾക്കായിട്ടില്ല. സംഭരിച്ച നെല്ലിന്റെ വില നൽകാതെ കർഷകരെയും കുട്ടനാട്ടിലെ സാധാരണക്കാരെയും സർക്കാർ ദുരിതത്തിലാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. NDA സംസ്ഥാന ചെയർമാൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുട്ടനാട് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ രാമഗിരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K. സോമൻ. ഈ മനോഹരമായ ഭൂപ്രദേശം കാണാൻ, ഇവിടുത്തെ പച്ചപ്പ് കണ്ട് ആസ്വദിക്കാൻ, ആഹ്ലാദിക്കാൻ, ഇവിടെ ഇരുന്ന് അവർ തുടങ്ങുന്ന സംരംഭങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ എല്ലാം തന്നെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നുമെല്ലാം കുട്ടനാട്ടിലേക്ക് വലിയ സഞ്ചാരികൾ എത്തുകയാണ്. കുട്ടനാട് അങ്ങനെ കാണാൻ വരുന്നവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന എന്ത് പുതുമയാണ് കാലങ്ങളായി ഈ നാട് ഭരിച്ചവർക്ക് നൽകാൻ കഴിഞ്ഞതെന്ന ചോദ്യം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഉറക്കെ ചോദിക്കണം. പരമ്പരാഗതമായ കായലുകളും കൈവഴികളും പാടശേഖരങ്ങളും പാടത്തിന്റെ പുറംബണ്ടും എന്നതിനും അപ്പുറത്തേക്ക് എന്ത് കാഴ്ചകളാണ് അവർക്ക് ഒരുക്കി നൽകുന്നത് കുട്ടനാട്? പ്രകൃതി നൽകുന്ന കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഈ പ്രകൃതിയെ വല്ലാണ്ട് ചൂഷണം ചെയ്യുന്ന ഭരണാധികാരികൾ എന്ത് കാഴ്ചയാണ് കുട്ടനാട്ടിൽ ഒരുക്കി നൽകിയതെന്ന് BJP ഈ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി ഉറക്കെ ചോദിക്കണം. BJP കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് വിനോദ് G. മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഫെബ്രുവരി 7 ചെങ്ങന്നൂരിൽ എത്തിച്ചേരുന്ന കേരള പദയാത്രയിൽ കുട്ടനാട് മണ്ഡലത്തിൽ നിന്ന് 3000 പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ, ജില്ലാ സെക്രട്ടറിയും കുട്ടനാട് മണ്ഡലം പ്രഭാരിയുമായ സജു ഇടക്കല്ലിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുഭാഷ് പറമ്പിശ്ശേരി, മാത്യു ജോസഫ് തെക്കേപ്പറമ്പിൽ, K. ഉല്ലാസ്, RP സുരേഷ്, MJ ഓമനക്കുട്ടൻ, TK വിനോദ്, ജോയി പള്ളിത്താനം, സുനിമോൾ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഭരണാനുമതിയായി 8 വർഷം പിന്നിടുമ്പോഴും കടലാസിൽ തന്നെ ഒതുങ്ങുകയാണ് കാവാലം തട്ടാശ്ശേരി പാലം നിർമ്മാണം. പാലത്തിന്റെ നിർമ്മാണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാവാലം പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ നടത്തുന്ന രാപ്പകൽ സമരം ശനിയാഴ്ച വൈകിട്ട് ആരംഭിക്കും. ഭരണാനുമതിയായി വർഷങ്ങൾ പിന്നിട്ടിട്ടും കാവാലം തട്ടാശ്ശേരി പാലത്തിന്റെ നിർമ്മാണം നടക്കാതെ വന്നതോടെ ജനങ്ങൾ പാലം സമ്പാദക സമിതി രൂപീകരിച്ച് പലതവണ പ്രതിഷേധിച്ചിരുന്നു. ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന പ്രചാരണവുമായി അധികാരികളും എത്തും. കഴിഞ്ഞ 4 വർഷമായി ഇവരുടെ വാക്ക് വിശ്വസിച്ച് വഞ്ചിതരായ സാഹചര്യത്തിലാണ് തങ്ങൾ ഇത്തവണ രാപ്പകൽ സമരത്തിനൊരുങ്ങുന്നതെന്ന് കാവാലം പാലം സമ്പാദക സമിതി ഭാരവാഹികൾ KCB ന്യൂസിനോട് പറഞ്ഞു.
സ്ഥിരം നമ്മൾ ജനകീയമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്ന ഘട്ടത്തിൽ ഉടൻ തന്നെ പാലം പണി ആരംഭിക്കും എന്നുള്ള ഒരു പ്രചരണം ഉദ്യോഗസ്ഥതലത്തിൽ നടത്തുകയും അത് വിശ്വസിച്ച് നമ്മളടക്കമുള്ള ആളുകൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു സമരങ്ങളും നടത്താതെ ഇവിടെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഈ പാലം നിർമ്മാണം അടുത്ത കാലത്തൊന്നും ആരംഭിക്കില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ജനകീയ കൂട്ടായ്മയായ ജനങ്ങളുടെ കൂട്ടായ്മയായ കാവാലം പാലസമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു 18 മണിക്കൂർ രാപ്പകൽ സമരം എന്ന ഒരു സമര പരിപാടിയിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. ഭൂവുടമകളെല്ലാം കൺസെൻറ്റ് കൊടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു. അവർക്കുള്ള ശേഷിച്ച 12 പേർക്കുള്ള നഷ്ടപരിഹാരം കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് നൽകുമെന്ന ഉറപ്പ് പാഴ്വാക്കായി. 1 വർഷം കഴിഞ്ഞിട്ട് അവർക്കുള്ള പണം നൽകിയിട്ടില്ല. അത്തരത്തിൽ ഈ പാല നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ മത സമുദായ സന്നദ്ധ സംഘടനകളെല്ലാം അണിചേർന്നുകൊണ്ടുള്ള വലിയൊരു ബഹുജന പ്രക്ഷോഭമാണ് ഈ 18 മണിക്കൂർ രാപ്പകൽ സമരത്തിലൂടെ ഇവിടെ ഉണ്ടാകുക. ഈ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഇതിനോടകം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള 18 മണിക്കൂർ രാപ്പകൽ സമരം ശനിയാഴ്ച വൈകിട്ട് 4-ന് ആരംഭിക്കും. കാവാലം സെന്റ് തെരേസാസ് പള്ളി വികാരി ഫാദർ ജോസഫ് പുതുവീട്ടിൽ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യും. സമരത്തിന് മുന്നോടിയായി ഉച്ചകഴിഞ്ഞ് 2-ന് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന റാലി നടക്കും. മത സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കളടക്കം നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കലാകാരന്മാരുടെയും സംഘടനകളുടെയും കുട്ടികളുടെയും സഹകരണത്തോടെ സമരപ്പന്തലിൽ കലാപരിപാടികളും ഒപ്പുശേഖരണവും നടത്താനും പാലം സമ്പാദക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. കുറിച്ചി വില്ലേജിന് അടിയന്തരമായി സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. ജനസംഖ്യ ആനുപാതികമായി കുറിച്ചിയെ 2 വില്ലേജുകളാക്കി വിഭജിക്കണമെന്നും ആവശ്യം. കുറിച്ചി വില്ലേജിന് സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ മാസങ്ങളായി പകരക്കാരാണ് ചാർജ് വഹിക്കുന്നത്. ഇതുമൂലം പലപ്പോഴും ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാതെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുവെന്നാണ് പരാതി. അടിയന്തരമായി കുറിച്ചി വില്ലേജിന് സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നും ജനസംഖ്യാനുപാതികമായി കുറിച്ചിയെ 2 വില്ലേജുകളാക്കി വിഭജിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ കുറിച്ചി വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. BJP കുറിച്ചി ഇത്തിത്താനം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം മണ്ഡലം ജനറൽ സെക്രട്ടറി BR മഞ്ജീഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ചുമതല ഏറ്റുവരുന്ന ഒരു ജീവനക്കാർക്കും ഇവിടെ സന്തോഷത്തോടുകൂടി സൗകര്യത്തോടുകൂടി ജോലി ചെയ്യാൻ സാധ്യമല്ല. അത്രയേറെ നീറുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് കുറിച്ചിയിലെ ജനങ്ങൾ ഈ വില്ലേജ് ഓഫീസിനെ സമീപിക്കുന്നത്. അപ്പോൾ ഇത് 2ആക്കി മാറ്റിയിരുന്നുവെങ്കിൽ ഇവിടെ ജീവനക്കാർ കൃത്യമായി എത്തുവാൻ സന്നദ്ധരാവുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം കൃത്യമായി നടക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പരിഗണനകളും പരിചരണങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് നഗ്നമായ സത്യം. BJP കുറിച്ചി ഏരിയ പ്രസിഡന്റ് KG സതീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ KN മഞ്ജു, ആര്യാമോൾ P രാജ്, നേതാക്കളായ KG സദാനന്ദൻ, മനോജ് കുമാർ, കണ്ണൻ കുറിച്ചി, ബിന്ദു മണിലാൽ, രാധാകൃഷ്ണൻ, PK ശശി എന്നിവർ സംസാരിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും 6ാം വാർഡ് ADSും സംയുക്തമായി സാമൂഹ്യനീതി, ലിംഗപദവിയും വികസനവും എന്ന വിഷയത്തിൽ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സലീം പടിപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ADS സെക്രട്ടറി ശെൽവി ഗണേശൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് സ്നേഹിത ക്യാമ്പയിൻ, പ്രതിജ്ഞ എന്നിവ നടത്തി. ലിംഗപദവിയും വികസനവും എന്ന വിഷയത്തിൽ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത PJ ക്ലാസ് നയിച്ചു. CDS മെമ്പർ സുജ, ADS വൈസ് പ്രസിഡന്റ് സാവിത്രി അമ്മാൾ എന്നിവർ സംസാരിച്ചു. ADS അംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പുളിങ്കുന്ന് KE കാർമൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ മുൻ DGP B സന്ധ്യ IPS ഉദ്ഘാടനം ചെയ്തു. മുൻ മാനേജർമാർ, മുൻ പ്രിൻസിപ്പൽമാർ, 25 വർഷം പൂർത്തിയാക്കിയ അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നിങ്ങൾ കുട്ടനാട്ടിൽ നിൽക്കുമ്പോൾ കുട്ടനാട്ടിൽ നിന്ന് എന്തുകൊണ്ട് ആളുകൾ ഒരു കാലത്ത് ഇങ്ങോട്ട് മലയോര പ്രദേശത്തു നിന്നും ആളുകൾ കുടിയേറി പാർത്തതിൻ്റെ കൂട്ടത്തിൽ വന്നതാണെന്ന് പഴയ മാനേജരച്ഛൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് ആളുകൾ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? 1000-ലധികം പേരുണ്ടായിരുന്ന ഈ സ്കൂളിൽ നിന്ന്
650 കുട്ടികളായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആളുകൾ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട്? കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതിയെക്കുറിച്ച് യാതൊരു പരിഗണനയും കൊടുക്കാതെ കുന്നുകൾ ഇടിച്ച് നിരത്തുകയും നമ്മുടെ നദികളിലേക്ക് അങ്ങനെ ഒരുപാട് മണ്ണ് കലർന്ന് ആ എക്കലെല്ലാം വന്ന് കുട്ടനാട്ടിൽ അഴിഞ്ഞ് ഇവിടുത്തെ ജലാശയങ്ങളുടെയൊക്കെ ആഴം കുറഞ്ഞ് അതിൻ്റെ കൂടി തോട്ടപ്പള്ളി സ്പിൽവേയും എല്ലാം കൂടി വന്ന് വൻപിച്ച പരിസ്ഥിതി ആഘാതം ഈ പ്രദേശത്തിനുണ്ടാവുകയും എപ്പോഴാണ് എങ്ങനെയാണ് വെള്ളപ്പൊക്കം വരിക എന്നറിയാത്ത വിധത്തിൽ ദുരിതം വരുന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് ജെ കളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CMI സഭ പ്രിയോർ ജനറൽ ഫാദർ തോമസ് ചാത്തമ്പറമ്പിൽ, പ്രൊവിൻഷ്യൽ വിദ്യാഭ്യാസ കൗൺസിലർ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, വികാർ പ്രൊവിൻഷ്യൽ ഫാദർ സെബാസ്റ്റ്യൻ അട്ടിച്ചിറ, പ്രിൻസിപ്പൽ ഫാദർ ജോസുകുട്ടി ചെരുവിൽ പറമ്പിൽ, പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് മാമ്പൂത്തറ, PTA പ്രസിഡന്റ് PC തോമസ്, വൈസ് പ്രിൻസിപ്പാൾ ചെറിയാൻ ഫ്രാൻസിസ്, ജൂബിലി ജനറൽ കൺവീനർ മോളി മാത്യു എന്നിവർ സംസാരിച്ചു. സീരിയൽ താരം ശിവാനി മേനോൻ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മുൻ മാനേജർമാർ, മുൻ പ്രിൻസിപ്പൽമാർ, 25 വർഷം പൂർത്തിയാക്കിയ അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഈ മാസം 28 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6:30 മുതൽ കടപ്ര ആംസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ JCA ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ മുഖ്യാതിഥിയാവും. അതുപോലെ തന്നെ ചടങ്ങിൽ മുഖ്യ അതിഥിയായി JCA ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ പങ്കെടുക്കും. അദ്ദേഹം 75ാമത് ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ഈ സ്ഥാനത്തേക്ക് ആറാമത്തെ മലയാളിയുമാണ്. അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ നമ്മൾ സ്വീകരണം കൊടുക്കുന്നതായിരിക്കും. ഇതിനോട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപാട് സർവീസ് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇതൊരു ട്രെയിനിങ് ഓർഗനൈസേഷനാണ്. ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്താണെങ്കിലും അതോടൊപ്പം കഴിഞ്ഞ വർഷം വീൽ ചെയർ വിതരണം ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് നമ്മൾ വാക്സിനേഷൻ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഈ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് സ്കോളർഷിപ്പ്, HDF സ്കോളർഷിപ്പ് നമ്മൾ സ്കൂൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. 2023 ചാപ്റ്റർ പ്രസിഡന്റായ ബിന്ധ്യ ബിജു അധ്യക്ഷത വഹിക്കും. മുൻ ദേശീയ അധ്യക്ഷൻ മാത്യു, മേഖലാ പ്രസിഡന്റ് അഷ്റഫ് ഷെരീഫ്, സ്ഥാപക പ്രസിഡന്റ് അനിൽ S ഉഴത്തിൽ, മേഖലാ വൈസ് പ്രസിഡന്റ് പൂജ വെങ്കിട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 75ാമത് ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ഈ സ്ഥാനത്തേക്ക് വരുന്ന 6ാമത്തെ മലയാളിയുമായ രാകേഷ് ശർമ്മയ്ക്ക് ചടങ്ങിൽ സ്വീകരണം നൽകും. പുതിയ പ്രസിഡന്റായി JC വിഷ്ണു വിജയ്, സെക്രട്ടറി ഫാദർ മത്തായി സക്കറിയ, ട്രഷറർ അഭിജിത്ത് CA, വനിതാ വിഭാഗം ചെയർപേഴ്സണായി അഞ്ജു രജിത്, സെക്രട്ടറിയായി അഞ്ജന റെബേക്ക റോയ്, ജൂനിയർ JCAയുടെ ചെയർമാനായി ഫെബിൻ T ഷുജ എന്നിവർ അധികാരമേൽക്കും. ചടങ്ങിൽ സർവീസ് എക്സലൻസ് അവാർഡ് തിരുവല്ല DYSP S അഷാദിനും പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് രാജൻ തയ്യലിനും ദേശീയ പ്രസിഡന്റ് സമ്മാനിക്കും. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2023 MSc ഫിസിക്സിൽ 2ാം റാങ്ക് നേടിയ കുമാരി S നമിത, മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരത്തിന് അർഹരായ ജിസ് ഡൊമിനിക്, ജെൻസി മറിയം യോഹന്നാൻ എന്നിവരെയും ആദരിക്കും. നിയുക്ത പ്രസിഡന്റ് വിഷ്ണു വിജയ്, പ്രസിഡന്റ് ബിന്ധ്യ ബിജു, പ്രോഗ്രാം ഡയറക്ടർ CG ഷുജ, മുൻ പ്രസിഡന്റ് ബിജുകുമാർ, ട്രഷറർ CA അഭിജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപൊലിത്തൻ പള്ളിയിൽ ചരിത്രപ്രസിദ്ധമായ മകരം തിരുനാൾ പട്ടണ പ്രദക്ഷിണം നവ്യാനുഭവമായി. ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. സഹതായുടെ തിരുസ്വരൂപം, അതിന് പിന്നിലായി പാലിയം. രാവിലെ 5:15 വികാരി ജനറൽ ഫാദർ വർഗീസ് സ്ഥാനമാവുങ്കൽ, 6:45 മാർ ജോസഫ് പെരുന്തോട്ടം, 10 ഫാദർ ബിന്നി കുറിഞ്ഞിപ്പറമ്പിൽ എന്നിവർ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് 3 ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശ്ശേരി ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിച്ചു. തുടർന്ന് പട്ടണ പ്രദക്ഷിണത്തിന് തുടക്കമായി. കൊച്ചുപള്ളിയിൽ നിന്നും വിശുദ്ധ സെബസ്ത്യാനോസ് സഹതായുടെ തിരുസ്വരൂപം കാവിൽ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തോളിലേറ്റി ക്ഷേത്രാങ്കണത്തിലെത്തിച്ചു. വലിയ ജമന്തിമാല തിരുസ്വരൂപത്തിൽ ചാർത്തി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ സ്വീകരിച്ചാനയിച്ചത്. തെക്കുംകൂർ രാജവംശം മെത്രാപ്പൊലിത്തൻ പള്ളിക്ക് ഏർപ്പെടുത്തിയിരുന്ന എണ്ണപ്പണം തഹസിൽദാർ നെബു ജോർജ് വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിലിന് കൈമാറി.
1117 നമ്മുടെ ദേവാലയം സ്ഥാപിക്കുന്നത് മുതൽ ആ വലിയ പാരമ്പര്യമുണ്ട്. അതിൻ്റെ അടയാളമായിട്ടാണ് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ, ഉപദേശസമിതി ഭാരവാഹികൾ, ക്ഷേത്ര വാദ്യകലാകാരന്മാരെല്ലാം പള്ളിമുറ്റത്ത് വന്ന് തിരുസ്വരൂപം ആദ്യമായി ഏറ്റുവാങ്ങുന്നത് അവരാണ്. ഈ പ്രദക്ഷിണത്തിൽ ഏറ്റവും സമയം കരങ്ങളിൽ വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചത് ഈ ക്ഷേത്ര ഭാരവാഹികളാണ്. പട്ടണ പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ നേതൃത്വം വഹിച്ചു. നാടും നഗരവും വിശുദ്ധനെ സ്വീകരിക്കുവാൻ അലങ്കൃതമായിരുന്നു. ചന്തക്കടവ് പള്ളിയിൽ ഫാദർ സിജോ കുന്നുതറ സന്ദേശം നൽകി. 10 മണിയോടെ പ്രദക്ഷിണം തിരികെ പള്ളിയിൽ എത്തിച്ചേർന്നു. ഞായറാഴ്ചയാണ് കൊടിയിറക്ക് തിരുനാൾ. കുട്ടനാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന തൈപ്പൂയ കാവടി മഹോത്സവം ഭക്തിസാന്ദ്രമായി. SNDP ബ്രാഞ്ച് നമ്പർ 2349 കണ്ണാടി കിഴക്ക് ശ്രീ ശിവഗിരീശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ 11-ന് കാവടി ഘോഷയാത്ര ആരംഭിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ഗുരുപൂജ, സുബ്രഹ്മണ്യ പൂജ എന്നിവയോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 11 മണിയോടെ കാവടി നിറയ്ക്കലും തുടർന്ന് കാവടി ഘോഷയാത്രയും നടന്നു. ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന കാവടി അഭിഷേക ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി അഭിലാഷ് ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാഖാ പ്രസിഡന്റ് MR സജീവ്, വൈസ് പ്രസിഡന്റ് PK മണിയൻ, കമ്മിറ്റി അംഗങ്ങളായ PA ഷാജി, സന്തോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. SNDP യോഗം 1825 നമ്പർ ശാഖ ഒന്നാങ്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ കാവടി ഘോഷയാത്ര മങ്കൊമ്പ് തെക്കേക്കര പുല്ലമ്പില ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ശാഖാ പ്രസിഡന്റ് PD ഉണ്ണി പൂപ്പള്ളിക്കുന്നം, സെക്രട്ടറി CG ഹരിദാസ്, യൂണിയൻ കമ്മിറ്റി അംഗം GM സാബു, ശാഖാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുല്ലമ്പല ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് 4-ന് ആരംഭിച്ച ഘോഷയാത്ര 6 മണിയോടെ ഒന്നാങ്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന കാവടി അഭിഷേകത്തിനും വിശേഷാൽ പൂജകൾക്കും ക്ഷേത്രം മേൽശാന്തി സൂര്യനാരായണൻ ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5755 രൂപ, പവന് 46,040 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.